ഹലോ, ലിവിംഗ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡോഗ് ക്രൂസിലാണ് കേട്ടോ. 2 മണിക്കൂർ ബോട്ടിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 10 to 12 ആണ് നമുക്ക് ടൈം കേട്ടോ. അപ്പോൾ അറിയാലോ, രാത്രി 10 മണി തൊട്ട് 12 മണി വരെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടൈം. നമ്മൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടെ ഒരു ടീമുണ്ട്. നമ്മൾ അടിച്ച് പൊളിക്കാനുള്ള വലിയൊരു ടീമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മടുപ്പിച്ചു, കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ, നമ്മുടെ ബോട്ട് വരാനോ അതിലേക്ക് കയറാനോ ആയിട്ട്. പക്ഷേ രസമുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. തന്നെ വർത്താനൊക്കെ പറഞ്ഞ് ബോട്ടുകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ ടൈപ്പിലുള്ള ബോട്ട് സർവീസുകളുണ്ട്. ഇത് നമുക്ക് കുറച്ച് പേരായിട്ട് മാത്രം, ഒരു 5-10 പേർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ, ബോട്ടാണ്. ഇവിടെ വേറെ വലിയ ടൈപ്പ് ബോട്ടുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഒരു ഇത്ര മണിക്കൂർ വെച്ചാണ് ഓരോന്നും പൈസ വരുന്നത്. ഇതുണ്ടോ, ഇത് വേറൊരു ടൈപ്പ് മോഡൽ ബോട്ടാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. കുറേ പേര് നമ്മുടെ പോലെ ഈ ബോട്ട് യാത്ര നടത്താൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്. ഇതൊരു വലിയ ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ താഴ്വശത്താണ് ഇങ്ങനൊരു പരിപാടിയുള്ളത്. ഒരുപാട് ആൾക്കാർ, ഫാമിലീസും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കുള്ള നടപ്പാതയാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതിനും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് ഇവിടെ ചെറുതായിട്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടീം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 9:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട് തകർക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ പിള്ളേരെ കൂടി ഉണ്ട്. പൊളിക്കല്ലേ? വ്ളോഗ് എടുക്കാമെന്ന് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന ഒരു പാതയാണിത്. ഫ്രണ്ടിൽ പോകുന്നുണ്ട്. മുബാറക്ക ഹായ് പറഞ്ഞേ. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ബോട്ടാണ്. നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് കയറിയ ഉടനെ തന്നെ ഒരു മണ്ടത്തരം പറ്റി. നമ്മൾ കയറിയ പോർഷനിൽ കുറേ ടേബിളും ചെയറൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. വിൻഡോ സൈഡൊക്കെ നോക്കി നമ്മളിരുന്നു. പക്ഷെ മുകളിലായിരുന്നു അടിപൊളി. മുകളിൽ അപ്പോഴേക്കും ഫില്ലായിട്ടുണ്ടായിരുന്നു. അവിടെ കയറുമ്പോഴാണ് കുറച്ച് ഓപ്പൺ എയർ ആയിട്ട്, അതായത് ഇത് ഫുള്ളി സൈഡിൽ വിൻഡോ ഒക്കെ ആയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. താഴെ മുകളിലായിരുന്നു പോകേണ്ടത്, അത് ഓപ്പൺ എയർ ആയിരുന്നു. കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. നമുക്ക് പറ്റിയ മണ്ടത്തരാണത്. പക്ഷെ അവിടെ ഓൾറെഡി ആൾക്കാർ ഫില്ലായിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമ്മള് ബോട്ടിൽ കയറി, നമ്മള് വിൻഡോ സീറ്റ് നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. നല്ല കാഴ്ചക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ടീം പുറകിലുണ്ട് കേട്ടോ. എല്ലാരും ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മള് തകർക്കാൻ പോവാണ്. എന്റെ ചേട്ടനും കുഞ്ഞൂസും ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ. ബോട്ടാണോ തകർക്കണേത്? അപ്പോൾ നമ്മുടെ ടൈമിൽ നമ്മുടെ ബോട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാനുള്ള ഫുഡ് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ബുഫേ പോലെ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധം ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ താഴത്തെ പോർഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചില്ലി കൂടെ നമ്മുടെ ഫേസ് തന്നെയാണ് കൂടുതലും കാണുന്നുണ്ടായിരുന്നത്. മേലെയാണെങ്കിൽ കുറച്ച് ഓപ്പൺ എയർ ആയിരുന്നു, അതായിരുന്നു ബെറ്റർ. നമുക്കറിയുണ്ടായിരുന്നില്ല, അങ്ങനെ പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഇനി പോകുന്നവരെ ശ്രദ്ധിക്കുക, മേലെ പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് മുകളിലേക്കുള്ള സ്പേസാണ്, മുകളിലേക്ക് പോകാൻ. ഇത് മുകൾ ഭാഗത്തുള്ള വ്യൂ ആണ് കേട്ടോ. ഇത്രയും ആൾക്കാർ മുകളിലുണ്ട്, നമ്മൾ താഴെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഒരുപാട് ക്രൂസ് ബോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ ഇതുപോലെ ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോവാനും കയറാനും എല്ലാവരും കണ്ടോ. ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളും വന്നത്. ഇപ്പോൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഈ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പുറത്തെ ക്രൂസുകളൊക്കെ ഫില്ലായി തുടങ്ങി. ഇതാണ് നമ്മൾ ലാസ്റ്റ് ബാച്ചാണിത്. ഇതിവരുടെ കൗണ്ടറാണ്. ഇതിൽ കൂടെ താഴോട്ട് പോവാം. നമ്മൾ കയറി വന്ന അപ്പുറത്തെ സൈഡിൽ കൂടെ ആണ്. ഇതിൽ കൂടെ താഴെ പോവാം. ഇങ്ങനെയാണ് സെറ്റപ്പ്. നമ്മുടെ അപ്പുറത്ത് എടുക്കുന്ന ബോട്ടിൽ ആൾക്കാർ കയറാൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ നടപ്പാതെ കൂടെയാണ് വന്നത്, എന്നിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എത്ര പേരാണ് ഒരു ബോട്ടിൽ അലൗ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് നമുക്ക് കൗണ്ട് അറിയില്ല കേട്ടോ. എന്തായാലും ഒത്തിരി ആൾക്കാരുണ്ട്, വലിയ ബോട്ടുമാണ്. അപ്പോൾ അതാ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കാകെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ കൂടെ കാണുന്ന കാഴ്ചയാണിത്. അത്യാവശ്യമൊക്കെ കാണാം, പക്ഷെ കൂടുതലും നമ്മുടെ തന്നെ ഫേസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ മേലെ പോകാനുള്ള പ്ലാനിലാണ് കുറച്ച് കഴിയുമ്പോൾ. ഫുഡ് സെർവ് ചെയ്യുന്നിടത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത്രയ്ക്ക് ഇടിയായിരുന്നു. നൂഡിൽസും ഒരു ടൈപ്പ് ബിരിയാണിയും പിന്നെ ചിക്കനും കോളയൊക്കെ ആയിരുന്നു ഫുഡ്. കുഴപ്പമുണ്ടായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ഒന്നുമല്ല, പക്ഷേ എല്ലാ നാട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാതെ മാത്രം. കുഞ്ഞൂസിന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നേക്കാണ്. ഏറ്റവും ടോപ്പല്ല, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ടോപ്പിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ബ്ലൂ ലൈറ്റ്, അത്ര ക്ലിയർ അല്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ ഡോ ക്രൂസിൽ പോകുമ്പോൾ. നമ്മൾ പിന്നെ കുറച്ച് തണുപ്പുള്ള ടൈമിലാണ് പോയിട്ടുള്ളത്. അതായത് നല്ല തണുത്ത കാറ്റും നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടല്ല കിട്ടുന്നത്. അത്ര അടിപൊളിയായിരുന്നു. ബുർജ് ഖലീഫയാണ് കാണുന്നത് കേട്ടോ. ബുർജ് ഖലീഫയും ദുബായ് സിറ്റി ഇങ്ങനെ നല്ല ഭംഗിയിലായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. നമ്മളിവിടെ ഫോട്ടോ സെഷനൊക്കെയാണ്.
ഇതൊക്കെ ഭക്ഷണത്തിന് ശേഷം ഉണ്ടായിരുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. Keep you in my heart is where you are. I still think of you, I want you coming back. I remember when we were staring a photo. Don't forget the way you look me in the eyes. And I keep you in my heart is where you are. I still think of you, I want you coming back. Call me when you want, baby, I can take it on my heart, yeah, yeah. Give me your love, yeah, yeah. Call me when you want, baby, I can take it on my heart, yeah, yeah. Give me your love, yeah, yeah, staring photo. Don't forget the way you look me in the eyes. And I keep you in my heart is where you are. I still think. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. നിങ്ങൾക്ക് വന്ന് 2 hour എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈമാണ് കുറച്ചുകൂടി ബെറ്റർ. ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിക്ക്. പറഞ്ഞേ ആ ആ ബോട്ട് കണ്ട? കുഞ്ഞു ബോട്ട് കണ്ട? ബോട്ട് കണ്ട? ബോട്ട്
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി വീഡിയോ ആണ്, പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.